ുള്ളേ ഞങ്ങളൊക്കെ ആ സമയത്ത് ഇറങ്ങിയ സിനിമയാണ്. അന്ന് 1 കിലോമീറ്റർ നീളമുള്ള സിറിഞ്ചാണ്. ആ സിറിഞ്ച് കുത്തുന്നതാണ്. അപ്പോൾ അന്നത്തെ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഓർമ്മ വരുന്നത് പൊതുവേ സൂചി ഇഞ്ചക്ഷനെ നമ്മളൊക്കെ പേടിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്നൊക്കെയാണ്. വലിയ നീളമുള്ള സൂചി അശോകം കുത്തുന്നു, വിനീത് കുത്തുന്നു. അപ്പം ഞങ്ങളുടെ കാലത്തുള്ള ലഹരി എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇന്ന് സിന്തറ്റിക് ലഹരി, രാസലഹരി, നമ്മൾ നിന്ന നിപ്പിൽ അത് ഉപയോഗിച്ചുകൊണ്ടാവും ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുക. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ലഹരിയുടെ ഉപയോഗത്തിലും അതിൻ്റെ ലഹരി എന്നുള്ള സംഗതിയിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അന്ന് SFIയിൽ സജീവമായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ആ ഒരു സമയം എന്ന് പറയുന്നത് ബീഡി സിഗരറ്റ് എന്നൊക്കെ പറയുന്നത് വലിയൊരു ഫാഷനായിട്ട് കൂടി കണക്കാക്കിയാണല്ലോ അന്ന് വരുന്നത്. ഇപ്പോൾ അത് MDMAയിലും വേറെ രീതിയിലേക്കൊക്കെ മാറി. ക്ലാസ്സിൽ ബീഡിയും സിഗരറ്റും ഒക്കെ കൊണ്ടുവന്ന കുട്ടികളുണ്ടായിരുന്നു. വമ്പന്മാരെന്ന് പറയും. നമ്മൾ ഒരു ക്ലാസ് തന്നെ 2 തവണ തോറ്റവരൊക്കെ. അപ്പോൾ പിന്നെ ബാത്റൂമിൽ പോയിട്ട് വലിക്കുന്നവരുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു തവണയെങ്കിലും? അല്ല, ചെറുപ്പത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനോട് ഗുഡ് ബൈ പറഞ്ഞത് എപ്പോഴാണ്? അല്ല, ചെറുപ്പത്തിലല്ല. ഞാനങ്ങനെ ഇതങ്ങനെ ഉപയോഗിച്ച ആളല്ല. ഞാൻ ഇല്ല, ഞാൻ ജയിലിൽ, നമ്മൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിലുള്ള സമയത്ത് എല്ലാവരും പലരും ഇങ്ങനെ ബീഡിയൊക്കെ വലിക്കുമ്പോൾ അന്നൊരു തവണ ഒന്ന് നോക്കിയല്ല. ഞാനതിന് 100% ഒഴിവാക്കിയിട്ടില്ലേ ഈ സാധനം? പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. ഞാൻ ജീവിതത്തിൽ അങ്ങനെ സിഗരറ്റും ബീഡിയൊന്നും ഞാൻ അങ്ങനെ വലിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിഗരറ്റ് വലിക്കാരനല്ല, ബീഡിയും ഒന്നും വലിച്ചിട്ടില്ല. ഇത് എന്താണ് ഈ ബീഡി എന്താണ് നോക്കാൻ ഈ ജയിലിൽ നിന്നും ഒരിക്കൽ നമ്മളെ കൂടെയുള്ള ആളുകൾ തന്ന സമയത്ത് പക്ഷെ അത് 1 പഫ് 2 പഫറ്റ് എനിക്കതൊന്നും ഒരു ഇതായിട്ട് തോന്നി. ഒന്നാമത് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന സമയത്ത് തന്നെ നമ്മൾ ഇതിനൊക്കെതിരെ വലിയ നിലയിൽ ഇതൊരു വലിയ തെറ്റാണ്. മദ്യം, അതുപോലെ മയക്കുമരുന്ന് ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ് പൊതുവെ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. തന്നെ ഇപ്പോൾ സിഗരറ്റ് തന്നെ നിങ്ങൾ എടുത്താൽ, എൻ്റെ വ്യക്തിപരമായ തോന്നലായിരിക്കും, സിഗരറ്റ് വലിക്കാർ ഭൂരിപക്ഷം ഉള്ളതാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നല്ല കഴിവുള്ളവർ, ചെയിൻ സ്മോക്കേഴ്സ് ആയവർക്ക് അവരുടെ കഴിവ് പിന്നീട് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. ഈ അവർക്കൊന്ന് ഭയങ്കരമായ അവരുടെ ഫോക്കസിങ് പോയിന്റ് തെറ്റിപ്പോയതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ചെയിൻ സ്മോക്കേഴ്സിൻ്റെ. പിന്നെ അവരുടെ ഹെൽത്തിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ ശരിക്കും നമ്മളല്ലാതാക്കി മാറ്റുകയാണ്. ഞാൻ പറയുന്നത് ലഹരി പ്രത്യേകിച്ച് അതൊരു വ്യക്തിയുടെ പ്രശ്നമാണ്, ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇതിൽ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ബന്ധങ്ങളെ അത് ഇല്ലാതാക്കുന്നു. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, പൊതുവിടങ്ങളിൽ മനുഷ്യരിറങ്ങി സംസാരിക്കുന്നതൊക്കെ മാറുന്നു. ഈ മൊബൈൽ ഗാഡ്ജറ്റ് തന്നെ ഒരു വലിയ പരിമിതിയാണെന്നാണ് പറയുന്നത്. ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ സർക്കാരിൻ്റെ തലത്തിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്, സംഘടനകൾ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു വലിയ ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായൊരു പ്രശ്നവും സാമൂഹിക പ്രശ്നമാണ്. ഒരു നല്ല ക്യാരക്ടറുള്ളൊരു വ്യക്തി, നന്നായി പെരുമാറുന്ന, സഹാനുഭൂതിയുള്ള, അപരം സ്നേഹമുള്ള ഒരു വ്യക്തി അതിൽ നേരെ മാറുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. അത് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചുറ്റുപാടുള്ള വ്യക്തികളെ കൂടി ബാധിക്കുകയാണ്. ഒരു സാമൂഹിക പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മളിത് വ്യക്തിപരമായി മാത്രം ഇടപെട്ടാൽ പോരാ, സാമൂഹികമായിട്ട് ഇടപെടണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, സ്വന്തം അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, ഇവരെയൊക്കെ നമ്മൾ അടിക്കാൻ തോന്നുകയെന്ന് പറഞ്ഞാൽ, ചവിട്ടാൻ തോന്നുകയെന്ന് പറയാം, കൊല്ലാൻ തോന്നുകയെന്ന് പറഞ്ഞാൽ, അത് ആ ചെയ്ത വ്യക്തി ജനിച്ച് വളർന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. അല്ല, ജനിക്കുമ്പോഴേ അമ്മയെ തല്ലുന്ന ആളോ അച്ഛനെ തല്ലുന്ന ആളോ ആണെങ്കിൽ അങ്ങനെ നല്ലൊരു കുട്ടി, നല്ല പെരുമാറ്റം, അച്ഛനെയും അമ്മയെയും ഒക്കെ സ്നേഹിക്കുന്നൊരു കുട്ടി നേരെ വിപരീതമായി മാറുകയാണ്. അതാണ് ചോറ് കൊടുക്കുന്ന കാലം. വീഴാതെ പിടിച്ചുകൊണ്ട് പോകുന്ന കാലം. നമുക്കൊക്കെ നമ്മളെ ഉമ്മാനോടും ഒക്കെ ഒന്ന് വർത്താനം പറയുമ്പോൾ, പ്രത്യേക സ്കൂൾ മുതലൊക്കെ കോളേജിലായാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തെറ്റിയിട്ട് പോയാൽ പിന്നെ ആ ദിവസം കിട്ടൂല. അപ്പം എങ്ങനെയെങ്കിലും ഉമ്മാനെ വിളിച്ച് സോൾവ് ചെയ്തിട്ടേ പിന്നെ ആ ദിവസം മുന്നോട്ട് പോകും. നമുക്കില്ലെങ്കിൽ വല്ലാത്തൊരു മനസ്സിനൊരു പ്രയാസമാണല്ലോ. അപ്പോൾ അത് എൻ്റെ മാത്രമല്ല, ഒരുവിധം എല്ലാവരുടെയും സ്ഥിതിയാണ്. നമ്മൾ മാതാപിതാക്കളോ അല്ലെങ്കിൽ മുതിർന്നവരോടോ നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു
പ്രശ്നം വന്നാൽ നമുക്ക് പിന്നെ ഒരു സ്റ്റേഷൻ കിട്ടൂല, നമ്മൾ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നൂല. അപ്പൊ നമ്മൾ അവരെ വിളിച്ചിട്ട് പിന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് മുഖത്തൊരു ചിരി വരണം. ഇതുപോലുള്ള മനസ്സുള്ള ആളുകളാണ് ഇങ്ങനെ മാറുന്നത്, ഈ സാധനം ഉപയോഗിച്ച് മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊരു മിനിസ്റ്റർ പറഞ്ഞതിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ചിരിച്ചു നിൽക്കുന്ന ഒരു ഉമ്മയുടെ മുഖം കാണാൻ ആഗ്രഹിച്ച മനുഷ്യൻ പിന്നീട് ആ ഉമ്മയെ വെട്ടിക്കൊല്ലാൻ പോകുമ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ടാണല്ലോ പോകുന്നത് ആലോചിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ക്യാമ്പയിൻ നമ്മൾ തുടരുകയാണ്. എനിക്കറിയാം ഒരുപാട് തിരക്കുണ്ടെന്നറിയാം, എങ്കിലും നമ്മൾ അതിൻ്റെ ടാഗ്ലൈൻ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാണ് ടാഗ്ലൈൻ. 2 ലായ വളരെ ന്യായമാണ്. നമ്മൾ ഇത് ആരാണ് ഇതിന് എതിരെ ശക്തമായി പോരാടുന്നത് എന്നുള്ളൊരു കോമ്പറ്റീഷൻ വേണ്ട. 2, ഏതെങ്കിലും സംഘടന, ഇപ്പോൾ LDF ആണോ UDF ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഇതിനെതിരെ ആത്മാർത്ഥമായി പോരാടുന്നത്? യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ആരെങ്കിലും ഇതിനെ സഹായിക്കുന്നുണ്ട്? ആരും ഇതിനെ സഹായിക്കുന്നില്ല, ഒരാളും. കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ എടുത്താൽ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടി എടുത്താൽ അതിന് നേതൃത്വം എടുത്താൽ ആരും ഇതിനെ അംഗീകരിക്കുന്നവരല്ല. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ഫൈറ്റിലേക്ക് പോകുന്നത്? 2 ഗവൺമെൻറ്റിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിമർശിക്കണം. മുഖ്യമന്ത്രി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ശക്തമായ നിലപാടെടുക്കുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രി തുടർച്ചയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയും. ഞങ്ങൾ ഓരോ മന്ത്രിമാരും ഞങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. ഗവൺമെൻറ്റും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായ നിലപാടെടുത്ത് പോകും. പ്രതിപക്ഷത്തിനും ഇതിൽ ആത്മാർത്ഥമായ ആഗ്രഹമാണ്. അപ്പം നമ്മളെല്ലാവരും ഒന്നിക്കണ്ടേ? ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ രാഷ്ട്രീയം കലർത്തണം. അത് ഒരേ രാഷ്ട്രീയ പാടുള്ളൂ. ലഹരിക്കെതിരെയുള്ള രാഷ്ട്രീയം, ലഹരിക്കെതിരെയും ലഹരിയുടെ സ്രോതസ്സിനെതിരെയും ഉള്ള ഫൈറ്റാണ്. അതിൽ നമുക്ക് പല സാധ്യതകളുണ്ട്. അതിലൊരു സാധ്യതയാണ് കുട്ടികൾ. നമ്മൾ ഈ പുതിയ തലമുറ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. പുതിയ തലമുറ ഇങ്ങനെ ഞങ്ങളെ കാലം ഗംഭീര. അതല്ല ഇന്നത്തെ സാഹചര്യം. ഇവർക്ക് കളിക്കാൻ ഒരു സ്ഥലമുണ്ടോ? പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനൊരു സ്ഥലത്തത് പറഞ്ഞപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ TV തന്നെ അതൊരു മറ്റേ കാർഡാക്കിയതിന് വലിയ വിവാദമായിരുന്നു. അതായത് പാലത്തിൽ ലൈറ്റിംഗ് വന്നപ്പോൾ അത് നിങ്ങൾ കൊടുത്ത കാർഡിലൊരു പാളിച്ച വന്നു. ഞാൻ യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞത് സത്യമാണ്, വസ്തുതയാണ്. ഫറൂഖ് പാലം അരുൺ അറിയാം. ആ പാലം ഇത്തരം ഒരു സംഘത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. അവിടെ ലൈറ്റിങ്ങും വി പാർക്കൊക്കെ വന്നോടുകൂടി ആ സംഘം അവിടെ നിന്ന് പോയി, വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, പക്ഷെ അവിടെ അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള ഇടങ്ങളെ ഡെവലപ്പ് ചെയ്യുക. ഒരുപാട് ഇപ്പോൾ കൊല്ലത്തെ കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊരു 10-100 സ്ഥലം ഡെവലപ്പ് ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട്. ഒന്നിങ്ങനെ കേന്ദ്രത്തിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഇത്ര ആളുകൾക്ക്. 2 കുട്ടിയൊക്കെ കളിക്കാനും. ഈ കളി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് നമ്മളറിയാതെ പല കാര്യവും പഠിക്കുകയാണ്. ഇന്ന് പെട്ടെന്ന് നിരാശരാകുന്നു കുട്ടികൾ. ഒരു ചെറിയ തോൽവി കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് കളിയിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ എന്താണ്, പലപ്പോഴും തോക്കുകയായിരിക്കും. തോറ്റാലൊരു പ്രശ്നമില്ല, ആ തോൽവിയുടെ ഭാഗമായുള്ള മാനസികാവസ്ഥയെ നേരിടും. അപ്പോൾ തോൽവി സൃഷ്ടിക്കുന്ന മാനസികാവസ്ഥയെ നേരിടാനുള്ള ഒരു അധ്യാപനം കൂടിയാണ് ചെറുപ്പത്തിലുള്ള കളികൾ. അപ്പോൾ കളിയിടങ്ങൾ വർദ്ധിപ്പിക്കുക, പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക, സോഷ്യൽ ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കുക, അതിൽ പ്രധാനം. ഇന്ന് തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ എല്ലാവരും ഒന്നിക്കുക. ഇതിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ ലഹളയല്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഒന്നിക്കണം. അതിൻ്റെ പൊളിറ്റിക്സ് നമ്മൾ പറയണം. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരി വർദ്ധിക്കുന്നു? പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള താല്പര്യം, അതിൻ്റെ ഭാഗമായി ആളുകൾ എന്തും ചെയ്യാന്നുള്ള തോന്നലാണ്. പണ്ട് 20-ാം നൂറ്റാണ്ട് സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഡേർട്ടി ബിസിനസ്, സുരേഷ് ഗോപിയോട്. അപ്പോൾ ഇന്നങ്ങനെയില്ല. ഇന്നതൊരു ഡേർട്ടി ബിസിനസ്സായി കാണുന്നില്ല. ഇതൊരു ആഡംബര ജീവിതത്തിലേക്കുള്ള ഒരു കുറുക്കുവഴിയാണ്. 1 അത്. 2, പെട്ടെന്ന് പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മറ്റു പല ബിസിനസ്സിനേക്കാൾ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ്, എന്നാൽ നോക്കാം എന്ന് കരുതുകയാണ്. അങ്ങനെ ഒരു ചിന്താഗതി വരും. ആ ഒരു ജാഗ്രത സമൂഹത്തിനും ഉണ്ടാവണം. രാഷ്ട്രീയമോ എക്സൈസും തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡേഞ്ചറസ് ക്ലാസ് ഉയർന്നു വരും, ഒരു അപകടകരമായ വർഗം ഉയർന്നു വരും. പെട്ടെന്ന് പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി അപകടകരമായ ഒരു വർഗം ഉയർന്നു വരും. അത് ഇത്തരം മാഫിയകളാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കാണേണ്ടത് 20-ാം നൂറ്റാണ്ടിലെ മോഹൻലാൽ പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. സാഗർ എലിയാസ് ജാക്കി പറഞ്ഞ പോലെ ഇന്ന് ആ പൈസ ഉണ്ടാക്കാൻ നമുക്ക് ഈ പണി തുടങ്ങിയാൽ മതി, ലഹരി ഏജൻ്റ് ആയാൽ മതി. ഈ ചിന്താഗതി വളരുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം വ്യക്തിയിലേക്ക് മനുഷ്യൻ ഒതുങ്ങുന്നു എന്ന് മാത്രമല്ല, പെട്ടെന്ന് പണമുണ്ടാക്കുക,
എന്ന ചിന്താഗതി ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഈ ഒരു പൊളിറ്റിക്സ് നമ്മൾ കാണണം. ഈ പൊളിറ്റിക്സ് ആണ് കാണേണ്ടത്, അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയമല്ല എന്നാണ് ശ്രീ മുഹമ്മദ് റിയാസ് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടിട്ട് പിരിയാം. നമുക്കപ്പോൾ അശ്വിൻ എന്നൊരു കലാകാരൻ കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ യാത്രയിൽ നമ്മൾ കലാകാരന്മാരുണ്ട്. ഹരിശ്രീ അശോകനിലാണ് നമ്മൾ തുടങ്ങിയത്. എൻ്റെ ഉമ്മാൻ്റെ വീട് എടവനക്കാടാ. എടവനക്കാടാ വീട്. അത് ശരി. അപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ നാട്ടുകാരായി. അതെ. ഓക്കെ. അപ്പോൾ അശ്വിൻ എന്താ ചെയ്യുന്നത്? ഞാൻ 10th സ്റ്റുഡന്റ്. 10th ഇപ്പൊ പരീക്ഷ നടക്കല്ലേ? പത്താം ക്ലാസ് വിദ്യാർത്ഥിയാ? ഞാൻ എൻ്റെ അവധിക്കാലമൊക്കെ പലപ്പോഴും എടവനക്കാടാണ്. എടവനക്കാടാ പോവാറ്. അവധി ദിവസങ്ങളൊക്കെ ആഘോഷിക്കാൻ പറ്റിയ സ്ഥലമാണോ എടവനക്കാട്? പറയാം. എടവനക്കാടിന്റെ പ്രത്യേകത എന്താ പറയുക, ഏറ്റവും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലം. ആ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ എത്ര നേരം വേണം അറിയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ റോഡ് ക്രോസ് ചെയ്യാൻ, ഇപ്പൊ തീരദേശ ഹൈവേ അതിലാണല്ലോ വരുന്നത്, ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ എത്ര നേരം കാത്തുക്കണത്. അത് മാറും അല്ലേ? അതൊക്കെ മാറും. ഓക്കെ. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. അപ്പോൾ അശ്വിൻ്റെ വക. അപ്പം മുഹമ്മദ് റിയാസിൻ്റെ നാട്ടുകാരൻ കൂടിയായ അശ്വിൻ്റെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ ശ്രേയാജിയുടെ പാട്ടിൽ ഈ പാട്ടിൽ. സാഗരം മാറിലേറ്റും കതിരോൻ വീണെറിഞ്ഞു, കാതര് നിന്റെ നെഞ്ചിൽ എരിയും സൂര്യനാരോ, കടലല തൊടു നിറമാർന്നു നിൻ കവിളിലും അരുണിമ പൂത്തുവോ, പ്രണയമൊര സുലഭമധുരമാം നിർവൃതി ഒഴുകും പാട്ടിൽ, ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ഗംഭീരമായി. അപ്പൊ ഇടവനക്കാട്ടിലെ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? ഞങ്ങളുടെ ധാരണ മാറി. ഇടവനക്കാട് ഒരുപാട് കലാകാരന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ചരിത്രപരമായ ഒരുപാട് പ്രത്യേകത ഉള്ള സ്ഥലമാണ്. അപ്പൊ അശ്വിനെ പോലുള്ള കുട്ടികളാണ്, ഈ കുട്ടികളെ പോലുള്ള പിള്ളേരുടെ കൈകളിലേക്കാണ് ഈ സാധനം വെച്ച് വരുന്നത്. ഒന്ന് കുട്ടികൾ എന്തെങ്കിലും ഒന്നിൽ ആക്റ്റീവായാൽ വലിയൊരു പരിധി വരുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഒന്നെങ്കിൽ സ്പോർട്സ്, അല്ലെങ്കിൽ ആർട്സ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാമൂഹിക സംഘടനാ പ്രവർത്തനം. ഒരു ക്യാമ്പസിലെത്തിയാൽ ഒരു സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്താൽ, സംഘടനാ പ്രവർത്തകനായാൽ പിന്നെ നമ്മൾ ഇതിനൊക്കെ എതിരെ മാറി വരും. അതുകൊണ്ട് നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവം നിങ്ങൾ വലിയ നമ്മൾ പർവ്വതീകരിച്ച് പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിൽ 2 സംഘടനകളിലും പെട്ട ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ മൊത്തത്തിലെടുത്താൽ സംഘടനകൾ ക്രിയാത്മകമായി ഇടപെടുന്ന കലാലയങ്ങളിൽ ഇത് കുറവാണ്. സംഘടനകളില്ലാത്ത അരാഷ്ട്രീയത പ്രചരിപ്പിക്കപ്പെടുന്ന കലാലയങ്ങളിൽ ഇത് വലിയ നിലയിലുണ്ട്. ഇപ്പോൾ SFIൻ്റെ എത്ര ശരിയായ നിലയിൽ ആ സഞ്ജീവും ശിവപ്രസാദ് അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് അവരിപ്പോൾ ഈ സമ്മേളനത്തിൽ വന്ന ഭാരവാഹികളാണ്, പക്ഷെ അതിൻ്റെ ഒരു ഇതില്ലാതെയല്ലേ അവരുടെ പ്രതികരണം. അപ്പം ഞാൻ പറയുന്നത് SFI പോലൊരു സംഘടന എന്ന് പറഞ്ഞാൽ അത് എത്രയും ആക്റ്റീവ് ആവണം. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എൻ്റെ അഭിപ്രായത്തിൽ ആക്റ്റീവ് ആവണം. കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണം. അതൊന്നും ഇല്ലാതെ ഒരു അരാഷ്ട്രീയ സമൂഹമായി മാറിയാൽ ഇത് വളരെ എളുപ്പത്തിൽ പിടിപെടുന്നുള്ളതാണ്. പാട്ടാണ് ലഹരി. മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയവും സംഘടനാ പ്രവർത്തനവുമാണ് ലഹരി എന്നുള്ളതാണ്. അതേപോലെ അശ്വിൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരുപാട് പേര് ഇതിൻ്റെ പ്രലോഭനവുമായിട്ട് വരും പല സ്ഥലങ്ങളിൽ നിന്ന്. ഇപ്പോൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്, കല്ല്, ലിപ്കൂൾ, അങ്ങനെ എന്തൊക്കെയോ പേരുകളിലാണ് ഈ സാധനം വരുന്നത്. അങ്ങനെ ഒരു സാധനം കൊണ്ടു തന്ന അശ്വിൻ എന്ത് പറയും? ഒരാൾ പറയുന്നു, അശ്വിനെ നമുക്കിന്നൊന്ന് കൂളാവാം എന്ന് പറഞ്ഞാൽ. ഞാൻ SPCയിൽ കേഡറ്റായിരുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ക്ലാസ്സുകൾ അതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവില്ല എന്ന് എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. SPC, NSS, NCC ഇതൊക്കെ ആക്റ്റീവ് ആവുന്നിടത്ത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ ഒറ്റക്കാവരുത്, കുട്ടികൾ ഓർഗനൈസ്ഡ് ആവണം. ദാറ്റ്സ് എ സ്പിരിറ്റ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും സംഘടനകളിൽ അംഗമാണോ? മയക്കുമരുന്ന് സംഘടനയല്ലേ ഇടൂ, അല്ലാത്ത സംഘടന, സർക്കാരിൻ്റെയോ അതല്ലെങ്കിൽ സ്കൂളിൻ്റെയോ ഒക്കെ പരിപാടികളിൽ നിങ്ങൾ ഭാഗമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഹായ്, ഓൺടർപ്രണറാണ്. കൊച്ചി ഞാൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കണത്. സോ സാറ് പറഞ്ഞോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എൻ്റെ കോളേജിൽ സിൻസ് ഇറ്റ്സ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റൺ ബൈ സി മൈ ഫാദേഴ്സ്, അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇല്ല. അതിൻ്റെ ഒരു
എനിക്ക് പലപ്പോഴും പ്രിൻസിപ്പളിനെ നേരിട്ട് കണ്ട് പല കാര്യങ്ങളും എനിക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ആ പൊളിറ്റിക്കൽ ബാക്കിങ്ങോ അതുപോലെ പാർട്ടി സിസ്റ്റം കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് ഒരു ചെയർപേഴ്സൺ അങ്ങനെ ഇലക്ഷൻ നടത്തി ബേസിക് ഇലക്ഷൻ ഉള്ള അല്ല ഒരു പാർട്ടിയുടെ ബാക്കിങ്ങോ കാര്യങ്ങളില്ല. സോ എനിക്ക് ആ ആശയത്തോട് ഒത്തിരി യോജിക്കുന്നുണ്ട്. സംഘടനകൾ വരണം 100% വരണം. കലാലയങ്ങളിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, അതൊരു ഒരു ഒരു സംഘടനയാണ്, സ്വതന്ത്രമാണ്, സ്വതന്ത്ര സംഘടനയാണ്. ആ സ്വതന്ത്ര സംഘടനകൾ വരിക എന്നത് CPIM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒന്നും കലാലയത്തിൽ വന്ന് കൊടി കെട്ടി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നില്ലല്ലോ. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് SFI. അപ്പം മിനിസ്റ്റർ പറഞ്ഞ ആ ടേക്ക് നമുക്ക് എടുക്കാം. ദയവായി നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഗാന്ധിയാണ് ലഹരിയെങ്കിൽ ജീവിതത്തിൽ ലഹരി പിടിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സംഘടനകളുണ്ട്. അപ്പോൾ ലഹരി പിടിക്കട്ടെ, അത് സംഘടനയുടെ ലഹരി ആവട്ടെ, രാഷ്ട്രീയത്തിൻ്റെയും അതേപോലെ കലയുടെയും ഒക്കെ ലഹരി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വഴികളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ താങ്ക് യു ശ്രീ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ നമുക്ക് ചേർന്നതിൽ. അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ്റെ മോട്ടോ വാചകം ഒന്ന് പറഞ്ഞിട്ട് പോകണം. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നാണ്. തീർച്ചയായിട്ടും ലഹരിയും വേണ്ട ലഹളയും വേണ്ട. നമ്മൾ ലഹള വേണ്ടത് ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ആശയത്തിനെതിരെയാണ്, അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കണം. ലഹള വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ബേസിക് പ്രശ്നം അതാണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കുക, ലെനിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞ ഒരു ഡേഞ്ചറസ് ക്ലാസ് ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ ലഹള വേണം. പക്ഷേ ആരാണ് ലഹരിയുടെ കാരണക്കാരെന്ന് പറഞ്ഞ അനാവശ്യ ലഹള വേണ്ട, അനാവശ്യ ലഹള ഒഴിവാക്കും. ഒരു കാര്യം കൂടി, ഇപ്പം നമ്മുടെ ഡെസ്കിൽ നിന്ന് ചോദിച്ചൊരു വിവരമാണ്, ഈ മത്സര ഓട്ടം ബസ്സുകൾ കൂടുന്നു. ഒരു സ്ത്രീ മരിച്ചത് ഈ ഭാഗത്ത് എവിടെയാണ് അല്ലേ? കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായത് ഇവിടെയാണ്. മത്സരയോട്ടം കൂടുതലുള്ള ഭാഗമാണ്. അതൊന്ന് പിടിച്ച് നിയന്ത്രിക്കണ്ടേ? വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കണം. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ അതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കർക്കശ നിലപാട് ഇതിൽ സ്വീകരിച്ചു പോകേണ്ടതുണ്ട്. ഒരു തരത്തിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാതെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പോകണം. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് കാത്തിക്കുമ്പോൾ പലപ്പോഴും എന്താ ചെയ്യുക, എത്രയും വേഗത്തിൽ, എനിക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് നിന്ന് തൃശ്ശൂർ പോകുമ്പോൾ ഏതാ വേഗത്തിലെത്തുക എന്നുള്ള ബസ് നോക്കിയിട്ട് അതിലെല്ലാവരും കയറുക. അപ്പോൾ നമ്മൾ മറ്റേ ബസ് ഒരു 3.25-4 മണിക്കൂർ എടുക്കും, ഇത് 3 മണിക്കൂർ കൊണ്ട് എത്തുന്നതിൽ കയറാം. അപ്പോൾ കൂടുതൽ കളക്ഷൻ കിട്ടിയതാ ഈ ബസ്സിന്. അപ്പോൾ അത് മാറ്റി ഇതിന് കൃത്യമായ ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തണം. ഒരു തരത്തിലും ഇതിനോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മറൈൻ ഡ്രൈവിൽ മഴവിൽ പാലത്തിൽ നിന്ന് നമ്മൾ ഇനി യാത്ര തുടരുകയാണ്. താങ്ക് യു. ലൈവായിരുന്നു. താങ്ക് യു. കഴിഞ്ഞു. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ യാത്ര തുടരുന്നു. അപ്പോൾ ലഹരിയും വേണ്ട ലഹളയും വേണ്ട. ഇനി ലഹളയുണ്ടെങ്കിൽ തന്നെ അത് ഈ ഷോർട്ട് കട്ടുകൾക്കെതിരെ ആവണം, ഡേഞ്ചറസ് ക്ലാസ്സിന് എതിരെ ആവണം എന്നുള്ളതാണ് മിനിസ്റ്റർ മുഹമ്മദ് റിയാസും പറഞ്ഞിരിക്കുന്നത്. ബന്ധങ്ങൾ ഊഷ്മളമാവട്ടെ, മറ്റു പലതിലും നമുക്ക് ലഹരി പിടിപ്പിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ വേദന ലഹരിയുടെ, കൃത്രിമ ലഹരിയുടെ വേദനയാകരുത് എന്ന് മാത്രം നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു. സർഗാത്മകതയുടെ, സൃഷ്ടിയുടെ, കലയുടെ, കായിക മേഖലയുടെ, സേവനത്തിൻ്റെ ഒക്കെ ലഹരി പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിറയട്ടെ. നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണ് നിൽക്കുന്നത്. ഒരു കുഞ്ഞിടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്